എന്തിനാണ് ഈ വെടിനിർത്തൽ കരാറ് നടന്നത്? എന്തിനാണ് ഈ വെടിനിർത്തൽ കരാറ് നടന്നത്? ഒരൊറ്റ മറുപടിയേ ഉള്ളൂ: മുഖം മിനുക്കാൻ വേണ്ടി മാത്രമാണ്. ഈ ലോകം ഒരുമിച്ചിരുന്ന വാർത്തകളാണ്, കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. UN അടക്കമുള്ള, ഐക്യരാഷ്ട്ര സംഘടന അടക്കമുള്ളവരിൽ നിന്ന് ഇസ്രായേൽ പ്രതിനിധികൾ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നപ്പോഴേക്ക് അവിടുന്ന് എല്ലാ ആളുകളും ഒഴിഞ്ഞു പോകുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒരു ജനപ്രതിനിധിക്ക് പോലും സംസാരിക്കാൻ കഴിയുന്നില്ല. ആ രൂപത്തിൽ ജനങ്ങളെല്ലാവരും ഒരുമിച്ചു. കായിക മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, സാംസ്കാരിക മേഖലയിൽ ജനങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നു. അന്നേരമാണ് അവർക്ക് മനസ്സിലായത്, we cannot fight against the world. ഞങ്ങൾക്ക് ഈ ലോകത്തിന് എതിരായി കൊണ്ട് യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്നവർ തിരിച്ചറിയുകയാണ്. അങ്ങനെ തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേലിന്റെ മുഖം മിനുക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇപ്പോഴുള്ള ഒരു കരാറ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതല്ലാതെ വിശാലമായ കാഴ്ചപ്പാടുകളോടുകൂടെ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്: ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് ഇസ്രായേൽ ഔദാര്യമായി കൊടുക്കേണ്ട ഒരു മണ്ണല്ല. ഫലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം ഫലസ്തീനിലെ ജനങ്ങളുടെ അവകാശമാണ്, ഈ ലോകത്തിന്റെ അവകാശമാണ്, അവിടുത്തെ ജനങ്ങളുടെ അവകാശമാണ്. ഈ ലോകത്തിന്റെ തന്നെ ഒരു ആവശ്യം കൂടിയായി മാറിയിരിക്കുകയാണ് ഫലസ്തീൻ എന്ന് പറയുന്ന മണ്ണ്. പിന്നെ എന്താണ് ഈ വെടിനിർത്തൽ കരാറിലുള്ള ആകെയുള്ള ഒരു ആശ്വാസം എന്ന് വെച്ചാൽ, ഇത്രയും കാലം വെടിയൊച്ചകൾ കേട്ടുകൊണ്ട് മാത്രം ജീവിച്ചിരുന്ന ഒരു സമൂഹം ഇനി അല്പകാലത്തേക്കെങ്കിലും അവർക്ക് ആർത്തനാദങ്ങളില്ലാതെ അവരുടെ കുടിലുകളിൽ കിടന്നുറങ്ങാൻ പറ്റിയേക്കാം. അവിടെയുള്ള ചെറിയ മക്കൾക്ക് ഒരു നേരമെങ്കിലും അവർക്ക് വിശപ്പ് മുഴുവനായി മാറ്റിക്കൊണ്ട് വയറ് നിറച്ച് ഭക്ഷിക്കാൻ കഴിഞ്ഞേക്കാം എന്നത് മാത്രമാണ് അതിന്റെ മുന്നിലുള്ള ഒരേ ഒരു ആശ്വാസം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പെട്ടെന്നൊരു വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചതോടുകൂടെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലോട്ട് കയറ്റിവെക്കേണ്ടതല്ല സയനിസ്റ്റ് ഭീകരതയെയും അമേരിക്കയും ഇസ്രായേലും പോലത്തെ വലിയ രാജ്യങ്ങളെയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ സംശയിച്ചു പോവുകയാണ്, എത്ര കാലം എത്രമാത്രം നമുക്കിതിനെ വിശ്വസിക്കാൻ കഴിയും? ഈ ഒരു കരാറിനെ എത്രമാത്രം നമുക്ക് വിശ്വസിക്കാൻ കഴിയും? കാരണം, ഒന്നാമത്തെ കാരണം, ഈ കരാറിന് ചുക്കാൻ പിടിച്ചിരിക്കുന്നത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യമാണ്. അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഫലസ്തീനിലുള്ള മക്കളെ കൊന്നെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ 2 വർഷത്തിനിടക്ക് അവർ ചിലവാക്കിയ തുക 2 ലക്ഷം കോടി രൂപയാണ്. 2 ലക്ഷം കോടി രൂപ നൽകിക്കൊണ്ട് ഇസ്രായേലിനെ സഹായിച്ചുകൊണ്ട് ഫലസ്തീനിലെ കുഞ്ഞുമക്കളെ അടക്കം കൊല്ലാൻ വേണ്ടി കൂട്ടുനിന്ന ഒരു വിഭാഗം ഇത്തരത്തിലുള്ളതായ ഒരു പ്രവർത്തനത്തിലേക്ക്, ഒരു മധ്യസ്ഥ വ്യവസ്ഥയിലേക്ക് വരുമ്പോൾ എത്രമാത്രം നമുക്കത് സ്വീകാര്യമാണ് എന്നൊരു ചോദ്യം കൂടി നമ്മുടെ മുന്നിലുണ്ട് പ്രിയപ്പെട്ടവരെ. ഒരുപക്ഷെ അവിടെ ഉണ്ടായിരുന്ന വെടിനിർത്തൽ, ഇതിനു മുമ്പ് 2 വെടിനിർത്തൽ വന്നു. 2023 നവംബറിൽ ഒരു വെടിനിർത്തൽ വന്നു, 2025 ജനുവരിയിൽ ഒരു വെടിനിർത്തൽ വന്നു. ഇതെല്ലാം ദിവസങ്ങളും ആഴ്ചകളും മാത്രം നീണ്ടുനിന്നു. അപ്പോഴേക്ക് ഏകപക്ഷീയമായ ആക്രമണം വന്നു. വീണ്ടും ഫലസ്തീനിലെ ജനങ്ങൾ വീണ്ടും പിടഞ്ഞു വീഴാൻ തുടങ്ങി. ഒരുപക്ഷെ ഫലസ്തീനിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്നോട്ട് മാറിയേക്കാം, അവിടെ വെടിനിർത്തൽ സാധ്യമായേക്കാം. അതുപോലെ തന്നെ അവിടെയുള്ള ബന്ദികളെ മോചിപ്പിച്ചേക്കാം. ഇതിനപ്പുറത്തേക്ക് എന്താണ് ആ നാട്ടിൽ നടക്കുന്നത്? ഹൗ ടു റീബിൽഡ് ഫലസ്തീൻ? എങ്ങനെയാണ് ഫലസ്തീനെ നമ്മൾ പുനർജീവിപ്പിക്കുക? എങ്ങനെയാണ് ഗസയെ നമ്മൾ പുനർജീവിപ്പിക്കുക? 70 വർഷം പിന്നോട്ടാണ് ആ രാജ്യത്തിന്റെ നിലവിലുള്ള വളർച്ചാ നിരക്ക് എന്നാണല്ലോ പറയുന്നത്. അവിടെയുള്ള മാലിന്യങ്ങളെ മാത്രം, അവിടെയുള്ള കെട്ടിടങ്ങളുടെ അതുപോലെയുള്ള മാലിന്യങ്ങൾ മാത്രം നീക്കുന്നതിന് വേണ്ടി ലക്ഷക്കണക്കിന് കോടി രൂപ വേണം. ബില്യൺ കണക്കിന് കോടി രൂപ ഉണ്ടെങ്കിൽ പോലും ഗസ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ മാത്രം റീബിൽഡ് ചെയ്യണമെങ്കിൽ 50 വർഷം എടുക്കുമെന്നാണ് പറയുന്നത്. ഇത്ര വലിയ ക്രൂരതകളാണ് അവിടെ നടന്നത്. അല്ലാഹു തആല സമൂഹത്തിന് വലിയ സമാധാനം നൽകുമാറാകട്ടെ. നിങ്ങൾ ആലോചിക്ക്, ഇനി അങ്ങോട്ട് ആരാണ് ആ രാജ്യത്തിന്റെ സുരക്ഷ ഏറ്റെടുക്കുന്നത്? ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ്, ISF എന്ന് പറയുന്നവരാണ് അതിന് ഇനി മുതൽ അവിടുത്തെ സൈനിക ചുമതല വഹിക്കുന്നത്. ആരാണ് ഇവർക്ക് ചുക്കാൻ പിടിക്കുന്നത്? അമേരിക്കയാണ്. ഇസ്രായേലുമായി സഹകരിക്കുമെന്ന് പറയുന്നുണ്ട്. ഇത്രയും കാലം ആ രാജ്യത്ത് എല്ലാ ആക്രമണങ്ങളും തൊടുത്തുവിട്ടത് അതാരായിരുന്നു? ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ആയിരുന്നു. ഇപ്പോൾ IDF മാറി ISF ആകുന്നു എന്ന് മാത്രം. ആ രാജ്യം ചിരിക്കാൻ നമ്മളിനിയും കാത്തിരിക്കേണ്ടിയിരിക്കുന്നുണ്ട് എന്ന് തോന്നുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സ്നേഹജനങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഞാൻ എൻ്റെ സംസാരം നിർത്തുകയാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഫലസ്തീനിന്റെ പരിഹാരം എന്ന് പറയുന്നത് ആരെങ്കിലും ഇട്ടുകൊടുക്കുന്ന അപ്പക്കഷ്ണത്തിന്റെ മുകളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ളതല്ല. ആ രാജ്യത്തിന്റെ പരിഹാരം എന്ന് പറയുന്നത് മറിച്ച് ശാശ്വതമായിട്ടുള്ള സ്വാതന്ത്ര്യം കിട്ടണം. ഏതെങ്കിലും നിശ്ചിത കാലത്തേക്കല്ല. ഈ ലോകം എന്നാണോ അവസാനിക്കുന്നത്, ആ അവസാനിക്കുന്ന കാലം വരേക്കും
ഫലസ്തീനിലുള്ള ജനതയ്ക്ക് അവർക്ക് ചിരിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ, അവർക്ക് വിശക്കാതെ ജീവിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ശാശ്വതമായ പരിഹാരത്തെ കിട്ടേണ്ടതുണ്ട്. അതല്ലാതെ ഒരാളും നീട്ടിക്കൊടുക്കുന്ന അപ്പക്കഷ്ണത്തിന്റെ മുകളിലല്ല ആ രാജ്യത്തെ ജനങ്ങൾ ജീവിക്കേണ്ടത്. അതാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഒരിക്കലും ഇസ്രായേലിന്റെ ഔദാര്യമല്ല, അമേരിക്കയുടെ ഔദാര്യമല്ല. അത് ഫലസ്തീൻ ജനതയുടെ അവകാശമാണ്, ഈ ലോകത്തിന്റെ അവകാശമാണ്. മനുഷ്യന്റെ ആവശ്യമായി ഫലസ്തീൻ എന്ന് പറയുന്ന ജനത മാറിയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മനുഷ്യരോടാണ് ഞാൻ പറയുന്നത്, നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾ നിർത്താൻ സമയമായിട്ടില്ല, നമ്മുടെ ഐക്യദാർഢ്യ സംഗമങ്ങൾ നിർത്താൻ സമയമായിട്ടില്ല, നമ്മുടെ പ്രതിഷേധ സംഗമങ്ങൾ നിർത്താൻ സമയമായിട്ടില്ല. ഫലസ്തീൻ എന്ന് പറയുന്നത് ഒരുപാട് ചരിത്രങ്ങളുള്ള മണ്ണാണ്. മറിയം ബീവിയുടെ ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ്, സക്കരിയ നബിയുടെ ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ്, യാക്കൂബ് നബിയുടെ ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ്, യൂസുഫ് നബിയുടെ ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ്, ഖുദ്സിന്റെ ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ്, ഹബീബായ തങ്ങളുടെ കാൽപാദമേറ്റ മണ്ണാണ്. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ, ആത്മബന്ധങ്ങൾ വിശ്വാസികൾക്ക് ഫലസ്തീനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫലസ്തീനിന് വേണ്ടി നമ്മളിനിയും നാഥന്റെ മുന്നിലേക്ക് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായിട്ട് നമ്മൾ കരങ്ങൾ ഉയർത്തിക്കൊണ്ടേ ഇരിക്കേണ്ടതുണ്ട്. അല്ലാഹുമ്മ അസ്ലിഹ് അഹ്വാലൽ മുസ്ലിമീന ഫിൽ ഫിലസ്തീൻ യാ അല്ലാഹ്, അല്ലാഹുമ്മ സബ്ബിത് അഖ്ദാമഹും യാ അല്ലാഹ്, അല്ലാഹുമ്മ അൻസുർനാ വൻസുറിൽ മുസ്ലിമീന ഫിൽ ഫിലസ്തീൻ യാ അല്ലാഹ്, അല്ലാഹുമ്മ അൻസുർനാ വഇയ്യാഹും യാ അല്ലാഹ്, അല്ലാഹുമ്മ അഹ്ഫദ്നാ വഇയ്യാഹും യാ അല്ലാഹ്, അല്ലാഹുമ്മ സല്ലിംനാ വഇയ്യാഹും യാ അല്ലാഹ്. ഈ പ്രാർത്ഥന എപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ മന്ത്രമായി കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളിൽ നടക്കേണ്ടതുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ഓർമ്മപ്പെടുത്തി ഞാൻ സംസാരം നിർത്തുകയാണ്. ചെറിയൊരു കാര്യം കൂടി. ഫലസ്തീൻ എന്ന് പറയുന്ന മണ്ണിൽ ഇത്ര വലിയ നരാധമായ പീഡനങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ട്, അള്ളാഹുവിൻക്ക് എന്താ ആ കൊലപാതകങ്ങൾ നിർത്താൻ, അക്രമങ്ങൾ നിർത്താൻ കഴിവില്ലേ എന്ന് ചിന്തിക്കുന്നുണ്ടാകാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചരിത്രത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആരെയൊക്കെ സ്നേഹിച്ചിട്ടുണ്ടോ അവരൊക്കെ പരീക്ഷണത്തിന് വിധേയനായിട്ടുണ്ട്. ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് അഷ്റഫുൽ ഖൽഖായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ ഹബീബായ തങ്ങളല്ലേ കാലിൽ മുറിവ് പറ്റിക്കൊണ്ട് ചെരുപ്പിൽ പോലും ചോരയുടെ നിറം പ്രാപിച്ചുകൊണ്ട് ആ തെരുവോരങ്ങളിൽ നടന്നത് ഹബീബായ തങ്ങളായിരുന്നു. എത്രമാത്രം പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. മൂസാ നബിയുടെ ചരിത്രം നോക്ക് നിങ്ങൾ, ഈസാ നബിയുടെ ചരിത്രം നോക്ക് നിങ്ങൾ, സക്കരിയ നബിയുടെ ചരിത്രം നോക്ക് നിങ്ങൾ. ഇങ്ങനെ ഏതൊക്കെ നബിമാരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാലും അതിലെല്ലാം വലിയ ത്യാഗങ്ങൾ, വലിയ പീഡനങ്ങൾ, ഇവയുടെ എല്ലാം കഥകൾ കാണും. എന്താണ് ഈ കഥകളുടെ പിന്നാമ്പുറങ്ങൾ? അല്ലാഹു തആല ഇഷ്ടപ്പെട്ടവരെ അല്ലാഹു തആല പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഫലസ്തീൻ എന്ന് പറയുന്ന ജനത നിങ്ങൾ ആലോചിച്ചു നോക്ക്, അള്ളാഹുവിന്റെ ഇഷ്ടപാത്രത്തിന് അർഹരായവരാണവർ. ഈ ഒരു സമയത്ത് പോലും അവർ ഈമാനിനെ കൈവിട്ടിട്ടില്ല. ഫലസ്തീനി ജനത അവിടെ അത്ര വലിയ പീഡനങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് നമുക്കെന്ത് ചെയ്യാനാവും? അതാണ് പറഞ്ഞത്, നാഥനിലേക്ക് കരങ്ങൾ ഉയർത്തുക, അവരുടെ വിശ്വാസങ്ങളെ നാം ഈ ലോകത്തേക്ക് ചേർത്ത് പിടിക്കുക, നമ്മുടെ ജീവിതത്തിൽ ഏത് പരീക്ഷണങ്ങളിലും അടിപതറാതിരിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓ എൻ്റെ പ്രിയപ്പെട്ട ഫലസ്തീനികളെ, നിങ്ങൾ ഈ ലോകത്തിന് വലിയ മാതൃകയാണ്. എത്ര വലിയ രാജ്യങ്ങളാണ്, വലിയ വലിയ സാമ്രാട്ടുകളാണ് നിങ്ങൾക്കെതിരെ വന്നത്. അപ്പോഴും നിങ്ങളുടെ വിശ്വാസത്തിൽ അണുമണി തൂക്കം പോലും നിങ്ങൾ താഴേക്ക് വെച്ചിട്ടില്ല. അള്ളാഹുവിനെ നിങ്ങൾ തള്ളി പറഞ്ഞിട്ടില്ല. സ്വന്തം നാടിന് വേണ്ടി നിങ്ങൾ ജീവിച്ചു. ചില ആളുകൾ മരണപ്പെട്ടു, അപ്പോഴും അവർ സ്വന്തം നാടിന് വേണ്ടി ജീവിച്ചു. നമുക്ക് ഫലസ്തീനിൽ വലിയ മാതൃകയുണ്ട്. ഏത് പരീക്ഷണങ്ങളിലും അള്ളാഹ് എന്നുള്ള ചിന്തയിൽ മനുഷ്യന് വേണ്ടി ജീവിച്ചു, രാജ്യത്തിന് വേണ്ടി ജീവിച്ചു, മണ്ണിന് വേണ്ടി ജീവിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ട ഖുദ്സിന്റെ മക്കളെ, പ്രിയപ്പെട്ട ഗസയുടെ നിലാവുകളെ, പ്രിയപ്പെട്ട ഫലസ്തീനിലെ പിഞ്ചോമനുകളെ, നിങ്ങളെ ഈ കാലം അടയാളപ്പെടുത്തി വെക്കുന്നത്, നിങ്ങളെ ഈ ലോകം അടയാളപ്പെടുത്തി വെക്കുന്നത് ധീരശൂരരായ പോരാളികൾ തന്നെയാണ്. ബദീങ്ങളെ പോലെ, ഹംസത്തുൽ ഖറാറിനെ പോലെ ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുള്ള വലിയ പോരാളികളാണ് ഫലസ്തീനിലെ ഓരോ ജനതയും ഓരോ കുഞ്ഞുങ്ങളും എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അല്ലാഹു തആല ശാശ്വതമായ പരിഹാരത്തെ അവിടേക്ക് നൽകി കൊടുക്കുമാറാകട്ടെ. എല്ലാ ജനങ്ങൾക്കും സമാധാനം നൽകുമാറാകട്ടെ. നമ്മുടെ നാടിനെയും നമ്മുടെ പരിസരങ്ങളെയും അല്ലാഹു തആല നിർഭയത്വം കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്.